കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ഹൈക്കോടതി. ഈ കേസിൽ CBI അന്വേഷണം വേണ്ടെന്നും കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി തീർപ്പാക്കുകയായിരുന്നു ഹൈക്കോടതി. തട്ടിപ്പിൽ 22 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയെ എന്തൊക്കെ കാര്യങ്ങളാണ് ധരിപ്പിച്ചത്? CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കിയത്? സുരേഷ്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CBIയുടെ അന്വേഷണം വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ചില സുപ്രധാന പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ അറിയിച്ചത് കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. 22 കേസുകളാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവയിൽ തന്നെ 10 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കേസുകളിൽ അന്വേഷണം അന്തിമ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്വേഷണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതായിരിക്കും. ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ലഭിക്കാൻ വൈകുന്നതാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഒരു കാലതാമസം ഉണ്ടാക്കിയതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ നിലവിൽ ഹൈക്കോടതി അറിയിച്ചത്. എന്തായാലും വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം അല്ലെങ്കിൽ കേസുകൾ CBIക്ക് വിടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എത്തിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള കർശന നിലപാട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഹർജി പരിഗണിച്ച സമയത്ത് CBIക്ക് വിടേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചതായിരുന്നു. മാത്രമല്ല, ഈ ECIR അതായത് ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ നേതാക്കൾക്കെതിരെയും അന്വേഷണം സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. CPM നേതാക്കൾക്ക് എതിരെ അടക്കം അന്വേഷണം വേണമെന്നുള്ള ഒരു നിലപാടും നേരത്തെ ഹൈക്കോടതി സ്വീകരിച്ചതാണ്. എന്തായാലും അന്വേഷണം ഒരു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മന്ദഗതിയിലാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. എന്തായാലും ഇനി അങ്ങോട്ട് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് എടുത്തിട്ടുള്ള കേസുകളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ വിചാരണ നടത്തേണ്ടതുണ്ട്, കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. ഇനിയും കാലതാമസം ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.